പ്രാദേശിക തലത്തിൽ വികസന പ്രവർത്തനങ്ങൾക്ക് സംഭാവനകൾ സ്വീകരിക്കാൻ തദ്ദേശ വകുപ്പ് നിർദ്ദേശം. 6ാം ധനകാര്യ കമ്മീഷൻ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. തദ്ദേശ സ്വയംഭരണ വകുപ്പ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട സർക്കുലർ കൈമാറി. നടപടി സ്വാഗതം ചെയ്ത് ധനമന്ത്രി കെ എൻ ബാലഗോപാലും രംഗത്തെത്തി. തദ്ദേശ സ്ഥാപനങ്ങൾ പരമാവധി സംഭാവനകൾ സ്വീകരിച്ച് വികസന പ്രവർത്തനങ്ങൾ നടത്താനാണ് സർക്കാർ നിർദ്ദേശം. തദ്ദേശ സ്ഥാപന മേധാവികൾക്കും സെക്രട്ടറിമാർക്കുമാണ് സർക്കുലർ കൈമാറിയത്. 6ാം ധനകാര്യ കമ്മീഷൻ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് സർക്കാർ തീരുമാനം. സെക്ഷൻ 177, മുനിസിപ്പൽ ആക്ട് സെക്ഷൻ 283 രണ്ട് നിയമവും സംഭാവനകൾ സ്വീകരിക്കാൻ അധികാരം നൽകുന്നതാണ്. 6ാം ധനകാര്യ കമ്മീഷന്റെ റിപ്പോർട്ടിലും ഈ സംഭാവനകൾ സ്വീകരിക്കുന്നതിനെ കുറിച്ചുള്ള ശുപാർശയുണ്ട്. ഭൂമിയും പണവും പരമാവധി സംഭാവനയായി സ്വീകരിക്കാൻ ആണ് നിർദ്ദേശം. കിട്ടിയ സംഭാവന ഓരോ വർഷവും വിലയിരുത്തണമെന്നും സർക്കുലർ നിർദ്ദേശിക്കുന്നു. ഭരണകാലയളവിൽ സംഭാവനകൾ സമാഹരിക്കുന്നതിന് പദ്ധതികൾക്ക് രൂപം നൽകാനും സർക്കുലർ നിർദ്ദേശിക്കുന്നു. സംഭാവനകൾ സ്വീകരിക്കുന്നതിന് സ്ഥാപനങ്ങൾ വിപുലമായ ക്യാമ്പയിൻ സംഘടിപ്പിക്കണമെന്നും സർക്കുലറിൽ പറയുന്നു. പരാതികൾ ഒഴിവാക്കാൻ കൃത്യമായ രസീത് നൽകാനും സർക്കുലർ നിർദ്ദേശിക്കുന്നുണ്ട്. ഒരു പ്രത്യേക ആവശ്യത്തിന് സമാഹരിച്ച സംഭാവന അതേ ആവശ്യത്തിന് മാത്രമായി വിനിയോഗിക്കണമെന്നും സർക്കുലറിൽ പറയുന്നു. തദ്ദേശ വകുപ്പിന്റെ തീരുമാനത്തെ സ്വാഗതം ചെയ്ത് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ രംഗത്തെത്തി. നാട്ടുകാർ സംഭാവന കൊടുക്കുന്നത് നല്ല കാര്യമാണ്. അത് പൊതുവായ കാര്യത്തിനാണ്. നമ്മുടെ നല്ല റോഡിനോ ആശുപത്രിക്കോ പാലത്തിനോ മാർക്കറ്റിനോ സ്കൂളിനോ ഒക്കെ അത് വരുന്നത് നല്ലതാണ്. സാമ്പത്തിക ഞെരുക്കത്തിനിടയിൽ പ്രാദേശിക വികസന പ്രവർത്തനങ്ങളുടെ വ്യാപ്തി വർദ്ധിപ്പിക്കാൻ സംഭാവനകളിലൂടെ കഴിയുമെന്നാണ് സർക്കാർ കണക്കുകൂട്ടൽ. മീഡിയ 1 തിരുവനന്തപുരം.